എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് നിലനിൽക്കുക എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിലയിരുത്താമ്പിലെ മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരവും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ 2 വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ഒത്തിരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നോക്കിക്കേ, ഉൽപ്പാദിപ്പിക്കുന്നവരും ഉപയോഗിക്കുന്നവരും. എന്താണ് ഉൽപാദകർ എന്ന് പറഞ്ഞാൽ? മറ്റാരും അല്ലത്, എന്താണ്? ചെടികളാണ്. ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, അതിനാൽ ഇവ ഉൽപാദകർ എന്നറിയപ്പെടുന്നു. എന്താണ് ഹരിതം എന്ന് പറഞ്ഞാൽ? പച്ച നിറത്തിലുള്ളത്. ഓക്കെ, പച്ച നിറമുള്ള സസ്യങ്ങൾ സ്വയം എന്ത് ചെയ്യും? ആഹാരം നിർമ്മിക്കും, അതിനാൽ അവയെ നമ്മൾ എന്ത് പറയും? ഉൽപാദകർ എന്ന് പറയും. ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവയെ നമ്മൾ എന്ത് പറയും? ഉപഭോക്താക്കൾ എന്ന് പറയും. നമ്മളൊക്കെ എന്താണ്? ഉപഭോക്താക്കളാണ്. സസ്യഭോജികളും മാംസഭോജികളും മിശ്രഭോജികളും എല്ലാം എന്താണ്? ഉപഭോക്താക്കളാണ്. 2 ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് ചോദ്യങ്ങൾ? എന്താണ് ഉൽപാദകർ എന്നുള്ളത് ഒരു ചോദ്യം, അതുപോലെ എന്താണ് ഉപഭോക്താക്കൾ എന്നുള്ളത് വേറൊരു ചോദ്യം. ഇപ്പം പറയാനുള്ളത് മണ്ണോട് ചേർക്കുമ്പോൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ജീവി ചത്ത് കിടക്കുമെന്ന് വിചാരിച്ചു, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റിയിട്ടുണ്ടാവും? അത് ജീർണിച്ച് മണ്ണോട് ചേർന്ന് പോയിട്ടുണ്ടാവും. എങ്ങനെയാണ് അതിലെ പോഷകാംശങ്ങളൊക്കെ മണ്ണിലേക്ക് ചേർന്ന് പോകുന്നത് അറിയാമോ? അതിനെക്കുറിച്ചാണ് നമ്മളിനി പറയണത്. നോക്കിയേ, കുറേ ഇലകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. ഈ ഇലകൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് പറ്റും? എന്താ പറ്റുക? ടെക്സ്റ്റിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്താണ്? ഒരു ഇലേനെ കുറിച്ചാണ് പറയുന്നത്. ഇലകൾക്ക് എന്ത് മാറ്റമാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദിക്കണം. 1-2 ദിവസം മുമ്പ് വീണ ഇലയ്ക്ക് എന്താണ് പറ്റുക? ഇലയുടെ നിറം മാറും, അല്ലെ? നിറം മഞ്ഞയിലേക്ക് മാറും. പച്ച നിറമാണ്, അത് എന്തിലേക്ക് മാറും? മഞ്ഞയിലേക്ക് മാറും. കുറേ ദിവസം കഴിഞ്ഞാലോ അത് കളറ് തവിട്ടിലോട്ടും അത് കഴിഞ്ഞ പിന്നെ കറുപ്പിലോട്ടും മാറും. പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? അത് ജീർണിക്കാനായിട്ട് തുടങ്ങും. അപ്പം അതൊന്ന് എഴുതിയെടുക്കണം. ഇനി എങ്ങനെയാണ് ജീർണിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഒരു ചോദ്യമാണ്, സസ്യങ്ങളും ജന്തുക്കളും നശിക്കുമ്പോൾ അവയുടെ ശരീരഭാഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്. സസ്യങ്ങളും ജന്തുക്കളും നശിക്കുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾക്ക് എന്ത് പറ്റും? എന്താണ് പറ്റുക നോക്കിക്കേ. ഉത്തരം എഴുതിയെടുക്കണം. ടെക്സ്റ്റിൽ ഉത്തരവില്ല, അപ്പോൾ ഇത് നോട്ടാണ്, എഴുതിയെടുക്കാൻ മറക്കരുത്. എന്താണ്? സസ്യങ്ങളും മൃഗങ്ങളും നശിക്കുമ്പോൾ അവ ബാക്ടീരിയ, ഫംഗസ്, മണ്ണിര തുടങ്ങിയ വിഘാടകർക്ക് ഭക്ഷണമായിട്ട് മാറും. ചത്ത സസ്യങ്ങളിലെയും മൃഗങ്ങളിലെയും അവശിഷ്ടങ്ങൾ കാർബൺ, നൈട്രജൻ തുടങ്ങിയ രാസപോഷകങ്ങളായി മണ്ണിലേക്കും വായുവിലേക്കും വെള്ളത്തിലേക്കും വിഘാടകർ എന്ത് ചെയ്യും? പുറന്തള്ളും. അങ്ങനെ 2-3 പോയിന്റായിട്ട് പഠിക്കണം. എങ്ങനെയാണ്? സസ്യങ്ങളും മൃഗങ്ങളും നശിക്കുമ്പോൾ അവ ബാക്ടീരിയ, ഫംഗസ്, മണ്ണിര തുടങ്ങിയ വിഘാടകർക്ക് ഭക്ഷണമായിട്ട് മാറും. ചത്ത സസ്യങ്ങളിലെയും മൃഗങ്ങളിലെയും അവശിഷ്ടങ്ങൾ കാർബൺ, നൈട്രജൻ തുടങ്ങിയ രാസപോഷകങ്ങളായി മണ്ണിലേക്കും വായുവിലേക്കും വെള്ളത്തിലേക്കും ആര് മാറ്റും? ഈ വിഘാടകർ പുറന്തള്ളും. ഇപ്പൊ ചോദ്യം എന്തായിരുന്നു? സസ്യങ്ങളും ജന്തുക്കളും നശിക്കുമ്പോൾ അവയുടെ ചില ഭാഗങ്ങൾക്ക് എന്ത് പറ്റും? ഉത്തരമാണ് ഇത്, എഴുതിയെടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇനി എന്താണ് വിഘാടകർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് അവയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? വിഘാടകർ എന്ന് പറയുക. നമ്മൾ ഈ കാണുന്ന ഗ്രീൻ കളറിൽ ഓടി നടക്കുന്നത് ബാക്ടീരിയയാണ്. അതേപോലെ താഴെ കാണുന്നതാണ് ഫംഗസ്. നമ്മുടെ ബ്രെഡിനകത്ത് ഉണ്ടാവുന്ന പൂപ്പലുകൾ, അതുപോലെ കൂണ്, ചുണങ്ങ് എന്നൊക്കെ പറയാം. അതൊക്കെ എന്താണ്? പലതരത്തിലുള്ള ഫംഗസുകളാണ്. ഇനി ഈ ഫംഗസ് എന്താ ചെയ്യണേ? ഇവര് ഈ ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ചിട്ട് പോഷക ഘടകങ്ങളെ മണ്ണിലേക്ക് തള്ളും. ഈ മണ്ണിൽ നിന്ന് ആരെടുക്കും? ഇത് ചെടികൾ എടുക്കും. അങ്ങനെയാണ് വിഘാടകരുടെ പരിപാടി. അപ്പോൾ ഒരു ചോദ്യമാണ്, എന്താണ് വിഘാടകർ എന്ന് ചോദിക്കും. അവരുടെ ധർമ്മം എന്താണ്? അപ്പോൾ ഈ ഒരു പേജും 3 ലൈനുകളും ഈ 4 ലൈനുകളുമാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്കൊരു സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് പറയണത്. നോക്കിക്കോ, എന്താണ് ഉപഭോക്താക്കൾ? അതിന് മുമ്പ് നമുക്ക് ഉൽപാദകർ എന്ന് പറയാം. ഹരിത സസ്യങ്ങൾ അവയ്ക്ക് വേണ്ട ആഹാരം സ്വയം നിർമ്മിക്കുന്നു, അവയെ എന്ത് പറയും? ഉൽപാദകർ എന്ന് പറയും. ഉൽപാദകർ നിർമ്മിക്കുന്ന ആഹാരം ഉപഭോക്താക്കൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. മിശ്രഭോജികൾ, അതുപോലെ സസ്യഭോജികൾ, മാംസഭോജികളെല്ലാം എന്താണ്? ഉപഭോക്താക്കളാണ്. ഇവരും മരിച്ചു കഴിയുമ്പോൾ, അത് ഉപഭോക്താക്കളും ഉൽപാദകരും നശിച്ചു കഴിയുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ വിഘാടകർ എന്ത് ചെയ്യും? വിഘടിപ്പിക്കും. വിഘടിപ്പിച്ചിട്ട് പോഷകഘടകങ്ങളായിട്ട് മണ്ണിലേക്ക് മാറ്റും.
ഈ മണ്ണിൽ പോകുന്ന പോഷകഘടകങ്ങൾ സസ്യങ്ങൾ ആഗിരണം ചെയ്ത് പിന്നെയും എന്താക്കും, ഉൽപ്പന്നമാക്കി മാറ്റും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരമായിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെയാണിത് എഴുതേണ്ടത്. ഓക്കെ. ഇനി ശരിക്കും പറഞ്ഞാൽ നോർമലി കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ടാവും. സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും, മറ്റുള്ളവർ കഴിക്കും, അവർ നശിക്കുമ്പോൾ അത് വിഘാടകർ പോഷകാടകമാക്കും, സസ്യങ്ങൾ പിന്നെയും ആഹാരം ഉണ്ടാക്കും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ചില സമയത്ത് മനുഷ്യന്മാർ ഇതിനകത്ത് കയറി ഇടപെടും. എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കോളാക്കി കൊടുക്കും. ഈ ബാലൻസ്ഡ് പോകുന്ന എക്കോസിസ്റ്റത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യന്മാർ എന്ത് ചെയ്യും, തകർക്കും. മനുഷ്യൻ്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നം വരുത്തുക എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങളും ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകും. അവ എന്തെല്ലാം എന്ന് പട്ടികപ്പെടുത്തുക. നമുക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കിയാലോ? ആണ് നമ്മൾ ഓരോന്നോരോന്നിട്ട് പറയുക. എന്താണ്? മനുഷ്യന്റെ പല പ്രവർത്തനങ്ങളും ആവാസ വ്യവസ്ഥയ്ക്ക് നാശത്തിന് കാരണമാകുന്നു. അവ എന്തെല്ലാം എന്ന് പട്ടികയാക്കും. ചോദ്യം മാത്രമേ ടെക്സ്റ്റ് ഉള്ളൂ, ഉത്തരവില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണ്. ഉത്തരം എന്ത് ചെയ്യണം? ബുക്കിലോട്ട് എഴുതിയെടുക്കണം. എന്തൊക്കെയാണ്? കുന്നുകൾ നിരത്തുക. കണ്ടിട്ടില്ലേ? വലിയ വലിയ കുന്നുകളൊക്കെ അടിച്ച് നിരത്തി വീടൊക്കെ വെക്കും. അവസാനം എന്ത് പറ്റും? മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവും. പിന്നെയോ നെൽപ്പാടം നികത്തും. നല്ല നല്ല കൃഷി ഉണ്ടാവണ നെൽപ്പാടങ്ങളൊക്കെ മണ്ണിട്ടൊക്കെ നികത്തി വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെയുള്ള വനനശീകരണമാണ്. മരങ്ങളൊക്കെ വെട്ടി മുറിക്കുക. അങ്ങനെ അവസാനം ജീവികൾക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നും കഴിക്കാനൊന്നും ഇല്ലാണ്ട് അവർ കാടുകളിലേക്ക് ഇറങ്ങും. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ആവശ്യം കഴിഞ്ഞ വെള്ളക്കുപ്പിയും അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് ഭൂമി അങ്ങ് നശിപ്പിക്കും. പിന്നെയോ മലിനീകരണമാണ്. ശബ്ദ മലിനീകരണം, മണ്ണു മലിനീകരണം, വായു മലിനീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശ മലിനീകരണം, എന്തോരം മലിനീകരണങ്ങളാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്നത് അല്ലേ? പിന്നെയുള്ളത് ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗമാണ്. പെട്രോളും ക്രൂഡ് ഓയിലും ഒക്കെ നമ്മൾ കുറേ ഉപയോഗിച്ചിട്ട് അവയുടെ ചാരവും പുകയൊക്കെ ആകാശത്തേക്ക് തള്ളും. അതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 6 പോയിന്റായി. ഇത് കൂടാതെ ഒരു പോയിന്റും കൂടിയുണ്ട്. അത് പ്രത്യേകം ഓർക്കേണ്ട പോയിന്റാണ്. ഈ പോയിന്റിന്റെ പേരാണ് പുതിയ ജീവികളുടെ കടന്നുകയറ്റം. ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെയുള്ള മെയിൻ സംഭവമാണ്. ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്ന കുറേ ആഫ്രിക്കൻ പായൽ കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കൻ പായൽ നമ്മുടെ പുഴകളിലൊക്കെ വന്നിട്ട് ചീഞ്ഞ ആകെ പ്രശ്നമായി മീനുകളൊക്കെ ചത്തൊടുക്കുന്ന പരിപാടിയുണ്ട്, ആഫ്രിക്കൻ പായൽ. അതുപോലെ നമ്മുടെ നാടുകളിൽ വന്നേക്കണ പുതിയൊരു ചെടിയാണ് മിക്കാനിയ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ കാണാം. അത് പുറത്തുനിന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. നമ്മൾ അതിനെ നശിപ്പിച്ച് കളയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടീന്നും വേരീന്നും കായിന്നും ഒക്കെ പുതിയ പുതിയ ചെടികളുണ്ടാവും. അത് ആ ഏരിയ മൊത്തം കവർ ചെയ്യും. ഇപ്പോൾ കണ്ടോ നിങ്ങളിവിടെ മിക്കാനിയ പിടിച്ച് നിൽക്കുന്ന കണ്ടോ, ഒരു വലിയ ഒരു പോസ്റ്റിനെ. അതുപോലെ മരങ്ങളൊക്കെ നശിപ്പിച്ച് കളയും, പാഴമ്പ് മൊത്തം കയറും. അപ്പോൾ അങ്ങനെയുള്ള ജീവികളൊക്കെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പറ്റും. അതുപോലെ വേറൊരു സാധനമാണ് ആഫ്രിക്കൻ മുഷി. അതൊരു മീനാണ്. അത് കായലിലേക്ക് എത്തിക്കഴിയുമ്പോൾ കായലിലെ മീനുകളൊക്കെ തിന്ന് തീർക്കും. അങ്ങനെയാണ് അതൊക്കെ. അങ്ങനെ ആഫ്രിക്കൻ മുഷി, ആഫ്രിക്കൻ പായൽ, മിക്കാനിയ, അതിനൊക്കെയാണ് പുതിയ ജീവികളുടെ കടന്നുകയറ്റം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉത്തരം. എഴുതിയെടുക്കാൻ മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ്. വയൽ നികത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. കുന്നിടിക്കുകയും വയൽ നികത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഏതെല്ലാം ആവാസ വ്യവസ്ഥ തകർച്ചയ്ക്കാണ് ഈ പുറത്തോളം കാരണമാവുക? ഏതൊക്കെ ആവാസ വ്യവസ്ഥയ്ക്കായിരിക്കും? മണ്ണെന്നൊരു ആവാസ വ്യവസ്ഥയാണ്, അത് തകരും. അതുപോലെ തന്നെ പുഴയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റും. അതുപോലെ വയൽ തന്നെ ഒരു ആവാസ വ്യവസ്ഥയാണ്, അതും പറ്റും. പിന്നെ സൂക്ഷ്മജീവികൾ, അത് നശിക്കും. പിന്നെ ഏതെല്ലാം ജീവികൾക്കാണ് വാസന നഷ്ടപ്പെടുക? ഏതിനൊക്കെ നഷ്ടപ്പെടും? മണ്ണിരയ്ക്ക് നഷ്ടപ്പെടും, അതുപോലെ വണ്ടിന് നഷ്ടപ്പെടും, ചെടികൾക്ക് നഷ്ടപ്പെടും, പുൽച്ചാടിക്ക് നഷ്ടപ്പെടും. കുറേ കൊക്കൊക്കെ ഉണ്ടാവും, അവിടെ കൊക്കുകളൊക്കെ ഉണ്ടാവും, പക്ഷികൾ, അവർക്ക് നഷ്ടപ്പെടും. ഏതെല്ലാം ജീവികളുടെ ഭക്ഷ്യ ലഭ്യത കുറയും? അതിൻ്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ്. മണ്ണിരയും മണ്ണും ചെടിയും പുൽച്ചാടിയും. പിന്നെ പശുക്കൾ, മനുഷ്യർ, അവർക്കൊക്കെ എന്ത് കഴിക്കാൻ ഭക്ഷണം ഇല്ലാണ്ട് വരും. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യം അജീവഘടകങ്ങളുടെ ലഭ്യത ഈ പ്രവർത്തനമാകും. അജീവഘടകങ്ങൾ എന്തായി മാറും? ഇല്ലാതായി മാറും. അതുപോലെ തന്നെ വെള്ളം ഉണ്ടാവില്ല, ശുദ്ധവെള്ളം ഉണ്ടാവില്ല, ശുദ്ധവായു ഉണ്ടാവില്ല. അതൊക്കെ ഇതിന് കാരണമാവും. അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് വിലയിരുത്താമിലേക്ക് പോവാം. വിലയിരുത്താമിൽ കുറേ ചോദ്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യമാണിത്. താഴെ പറയുന്ന ജീവികൾ ഉൾപ്പെടുത്തിയ ഒരു ഭക്ഷ്യ ശൃംഖല തയ്യാറാക്കുക. ഏതൊക്കെയാണ്? ആമ, മത്സ്യം, ജലസസ്യം, പൊന്മാൻ, നീർക്കോലി, പരുന്ത്, തവള, ഞണ്ട്, മുഷി. അപ്പം ഞാനിവിടെ ഒരു 10 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കാം. ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇത് 10 എണ്ണമാണ്. നോക്കിക്കേ, ജലസസ്യങ്ങളെ മത്സ്യം കഴിക്കും, മത്സ്യത്തെ പൊന്മാൻ കഴിക്കും, പൊന്മാനെ പരുന്ത് കഴിക്കും. അങ്ങനെ 10 എണ്ണം ഉണ്ട്. ഞാൻ എല്ലാം വായിച്ച് ബോറടിപ്പിക്കുന്നില്ല, എഴുതിയെടുക്കണം. നിങ്ങൾക്ക് പഠിക്കാനേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ആവണം എന്നില്ല. ഇത് കൂടാതെ വേറെ നിങ്ങൾക്ക് കിട്ടും.
നമുക്ക് ഞണ്ട് പരുന്ത് കഴിക്കും. ഞങ്ങളുടെ കായൽ, വെമ്മനാട്ട് കായലിനകത്ത് നമുക്ക് പോയി കായൽ തീരത്ത് നോക്കുമ്പോൾ കാണാം പരുന്ത് വന്നിട്ട് ഈ പാറേൻ്റെ സൈഡിലിരിക്കും. ഞണ്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും പരുന്ത് എന്ത് ചെയ്യും? കൊത്തി തിന്നും. അതുപോലെ നീർക്കോലിനെയും പിടിക്കും പരുന്ത്. പിന്നെ ആമേനെ പിടിക്കും. ആമേനെ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ട് വലിയ പാറയുടെ മേലും താഴത്തോട്ടിടും. ആമയുടെ പുറന്തണ്ടുണ്ടല്ലോ, അത് പൊട്ടും, പരുന്ത് തിന്നും. അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ആവണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് എഴുതാം. ഞാൻ 10 എഴുതിയെന്നുള്ളൂ, 10 നമുക്ക് കുറേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എഴുതി റെഡിയാക്കാം. 10 ഇവിടെ ഉണ്ട്, അത് എഴുതിയെടുക്കാം. പിന്നെ കൂടാതെ ഉള്ളതും എഴുതാം. നമുക്ക് അടുത്ത ചോദ്യമാണ്, ഒരു കുളത്തിലെ വിവിധ ഘട്ടങ്ങളെ റൂബി പട്ടികപ്പെടുത്തിയതാണ് ഇത്. ഇതിൽ ചിലതൊക്കെ തെറ്റിപ്പോയി. നമുക്ക് തെറ്റിപ്പോയി നോക്കാം. ഉൽപാദകർ കേട്ടോ, പായൽ ശരിയാണ്, ആമ്പൽ ശരിയാണ്, താമര ശരിയാണ്, പരൽ മത്സ്യം ശരിയാണോ? അല്ല. പരൽ മത്സ്യം എന്തല്ല? ഉൽപാദനമല്ല. അത് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പായലും ആമ്പലൊക്കെയാണ് തിന്നുക. അതെന്താണ്? ഉപഭോക്താവാണ്. ഇനി ഉപഭോക്താക്കൾ നോക്കാം. നീർക്കോലി ശരിയാണ്, ഞണ്ട് ശരിയാണ്, തവള ശരിയാണ്, വരാൽ മീൻ അതൊക്കെ ശരിയാണ്. ഇനി വിഘാടകരിൽ ബാക്ടീരിയ ശരിയാണ്. ചെറുമീൻ എന്തുപോയി? തെറ്റിപ്പോയി. ചെറുമീൻ എന്തല്ല? വിഘാടകരല്ല. ഫംഗസ് ശരിയാണ്. ഇനി അജീവഘടകങ്ങളാണ്. വെള്ളം ശരിയാണ്, വായു, കല്ല്, മണ്ണ് അതൊക്കെ ഉണ്ട്. റെഡിയാണ്. ഇനി അപ്പം അതത്രയല്ലേ ഉള്ളൂ. ഈ ചെറുമീനുകളും പരൽ മത്സ്യം എന്നുള്ള മാത്രമാണ് തെറ്റായിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. ഇനി നമുക്ക് ഇവർ നമ്മുടെ ബന്ധം വിശദീകരിക്കണം. ഇത് വലിയൊരു ചോദ്യം തന്നെയാണ്. ടെക്സ്റ്റിൽ ഉത്തരവില്ല, വിലയിരുത്താമെന്ന ചോദ്യമാണ്. അപ്പോൾ ഉത്തരം ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചാനലിൽ മാത്രമേ ഈ ഉത്തരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉത്തരമൊക്കെ വേറെ എവിടെയും കാണുവാൻ പറയണം, കാരണം കോപ്പി അടിച്ച് എഴുതിയായിരിക്കും അവർ. നമുക്ക് എന്താ ഉത്തരം നോക്കാം. ഈ ആവാസ വ്യവസ്ഥയിൽ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉത്തരങ്ങളാണ് അതെന്തൊക്കെയാണ്? പായൽ, ആമ്പൽ, താമര തുടങ്ങിയ ജലസസ്യങ്ങൾ മണ്ണ്, കല്ല്, വെള്ളം എന്നിവയിൽ നിന്നുള്ള പോഷകങ്ങൾ ആഗിരണം ചെയ്ത് സ്വന്തമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കും. പിന്നെ അത് കൂടാതെ ശ്വസനത്തിനും പ്രകാശ സംശ്ലേഷണത്തിനും ഒക്കെ അവരെന്തുപയോഗിക്കും? വായു ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം അതാണ് ഉൽപാദകർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ആശ്രയിക്കുന്ന ഭാഗമാണ് അത്. ഇനി നമുക്ക് അടുത്തത് എന്താണ്? നീർക്കോലി, ഞണ്ട്, തവള, വരാൽ തുടങ്ങിയവ ചെറുമീനുകളെയും ജലസസ്യങ്ങളെയും ഭക്ഷണത്തിനായി ആശ്രയിക്കും. അതുപോലെ അവ നിലനിൽപ്പിനായി വായു, മണല്, കല്ല്, വെള്ളം എന്നിവയൊക്കെ ആശ്രയിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ബോക്സിൻ്റെ ബന്ധം. ഇനി മൂന്നാമത്തതാണ് എന്താണ്? ബാക്ടീരിയകളും ഫംഗസും ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കും. മാത്രമല്ല അവ നിലനിൽപ്പിനായിട്ട് ഈ പറഞ്ഞ വെള്ളവും വായുവും മണ്ണും കല്ലും ഒക്കെ ആശ്രയിക്കും. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ 3 പോയിന്റ് എഴുതിയെടുക്കണം. നല്ലൊരു പഠിക്കണം. എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മൾ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ വീഡിയോ ആണ്, മറക്കല്ലേ. അതിന് മുമ്പത്തെ 2 വീഡിയോ കണ്ടാലാണ് ഇത് ക്ലിയർ ആവത്തുള്ളൂ. ഇനി നമുക്ക് അവസാനത്തൊരു ചോദ്യമാണ്. എന്താണ്? പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവ് മുറിച്ച് മാറ്റിയാൽ എന്തെല്ലാം ജീവികളെ അത് ബാധിക്കും? അപ്പം നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. വലിയൊരു മാവേ, അതിൽ നിറച്ചും മാങ്ങയുണ്ട്. താഴെ പിള്ളേർ വന്നിട്ട് ആ മാങ്ങയൊക്കെ വീഴുന്നതൊക്കെ പറിച്ചും എറിഞ്ഞൊക്കെ കഴിക്കണ്. പിന്നെ ആ മാവിൻ്റെ താഴെ ഒരു ചെറിയൊരു ഹോളുണ്ട്, ഒരു മാളമുണ്ട്. ആ മാളത്തിലൊരു പാമ്പ് ജീവിക്കുന്നുണ്ട്. പിന്നെ ആ മാവിൻ്റെ മേലെ കുറേ കുരങ്ങന്മാർ, കുറേ കിളികൾ കൂട് വെച്ചേക്കണം, കുറേ അണ്ണന്മാർ ഓടി നടക്കണന്മാർ. പിന്നെന്താ? കുറേ പൂമ്പാറ്റകൾ, ഒരു തേനീച്ചക്കൂടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ കുറേ ചെറിയ ചെറിയ ചെടികളൊക്കെ, ഈ മരവാഴ, അതുപോലെ ഒരു മുല്ലയുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ കുറേ ചെടികളൊക്കെ അതിനകത്ത് പിടിച്ചേക്കണം. കാണുന്നുണ്ടോ എല്ലാം കൂടി നിങ്ങൾ? അതങ്ങ് മുറിച്ചങ്ങ് മാറ്റി. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ പറ്റും എന്നാണ് ചോദിക്കണം. അപ്പം നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും എഴുതാം. ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. പക്ഷികൾക്ക് അവയുടെ കൂട്, അതുപോലെ ഭക്ഷണം, വിശ്രമ സ്ഥലം എന്നിവ നഷ്ടപ്പെടും. അണ്ണാന്മാർക്കോ കൂട്, ഭക്ഷണം, വിശ്രമ സ്ഥലം എന്നിവ നഷ്ടപ്പെടും. പിന്നെ അതിനടിയിൽ താമസിക്കുന്ന മാളത്തിൽ താമസിക്കുന്ന പാമ്പുകൾക്ക് അവയുടെ മാളങ്ങളിൽ ജീവിക്കുന്ന കുറേ പാമ്പുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എന്ത് പറ്റും? അവരുടെ അഭയം നഷ്ടപ്പെടും. എന്താണ് അഭയം എന്ന് പറഞ്ഞാൽ? ആശ്രയിക്കുന്ന സ്ഥലം. കുരങ്ങൾക്ക് വിശ്രമ സ്ഥലവും ഭക്ഷണവും ഒക്കെ നഷ്ടപ്പെടും. മരത്തിൽ പിടിച്ചിരിക്കുന്ന ചെറിയ ചെടികൾക്ക് അഭയവും ആശ്രയവും നഷ്ടപ്പെടും. പിന്നെ പുൽച്ചാടി, ചിലന്തി, ചിത്രശലഭങ്ങൾ, തേനീച്ച തുടങ്ങിയ ചെറുജീവികളുണ്ടാവും. അവർക്ക് എന്തു പറ്റും? ആവാസവ്യവസ്ഥ മൊത്തമായിട്ടാണ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ മനുഷ്യർക്ക് ആ ഭക്ഷ്യത്തിൻ്റെ രുചിയുള്ള മാങ്ങയും അതുപോലെ തണലും നഷ്ടപ്പെടും. പിന്നെ പ്രകൃതിക്ക് എന്ന് പറയുന്ന നഷ്ടം പറയാനായിട്ട് കുറേ പറയണം. കാരണം പ്രകാശ സംശ്ലേഷണം ചെയ്യാനായിട്ടൊരു വലിയ മരം ഇല്ല. അപ്പോൾ ഓക്സിജൻ്റെ അളവ് നഷ്ടപ്പെടും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ജീവികളെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും വിലയിരുത്താൻ ഉൾപ്പെടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 3 ഭാഗങ്ങളിലായിട്ട്.
എല്ലാ ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ മറക്കരുത്. ഇപ്പം തന്നെ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചാലും ഓക്കെ. പിന്നെയോ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.